ഹലോ എവറി വൺ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് സ്റ്റാഫ് നേഴ്സിൻ്റെ PYQ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ സിലബസ് നമ്മൾ എപ്പോഴും പറയും അല്ലേ, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത് ആദ്യം സിലബസ്, പിന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിലൂടെ എന്തുമാത്രം പഠിക്കണമെന്നും PSC എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും എത്രമാത്രം ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കണമെന്നും മനസ്സിലാവും. അതുപോലെ പഠിക്കുന്നതിൻ്റെ ആ ഒരു നമ്മുടെ പഠനത്തിൻ്റെ ഇടയിലും നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ പഠനം കറക്റ്റ് മോഡിലാണോ, നമ്മൾ പഠിക്കുന്നതിൽ നിന്നാണോ ചോദ്യങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് അതെല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെക്കുകയും നമ്മളിപ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും, അപ്പോൾ ഇപ്പോൾ നമുക്ക് അനാറ്റമി സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അനാറ്റമി ഏതെല്ലാം പരീക്ഷകൾക്ക് PSC ചോദിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ എത്രത്തോളം ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാം. ഇപ്പോഴുള്ള പരീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്, സാധാരണ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല അല്ലേ ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കണ്ടന്റ് മഗപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നേടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം നമുക്ക് സാധാരണ ഏതൊരു എക്സാമിനായാലും നിരവധി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യനുകളുമാണ്. നമ്മളിപ്പോൾ എല്ലാ ക്ലാസ്സിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകളും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ എലിമിനേഷൻ ടെക്നിക്കുകൾ മനസ്സിലാക്കിച്ചു തരുന്നുണ്ട് അല്ലേ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ. അഥവാ 2 സ്റ്റേറ്റ്മെന്റോ 3 സ്റ്റേറ്റ്മെന്റോ അറിയില്ലെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന എലിമിനേഷൻ ടെക്നിക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുവരെ അനാറ്റമി ഫിസിയോളജിയിൽ നിന്നെല്ലാം ചോദിച്ച ഏതെല്ലാം ക്വസ്റ്റ്യനുകൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് 2-3 പാർട്ടുകളായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഓരോ ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ അതിൻ്റെ ഓരോ ഓപ്ഷനുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കും. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു മിക്കവാറും PSCയിൽ കാണുന്നത് മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ പാർട്ടുണ്ടോ അത് നമുക്ക് അറിയാനും കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കാനും ഓക്കെ, അപ്പോൾ അതിനെല്ലാം സാധിക്കുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊരു എക്സാം ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് അനാറ്റമിയിലൊക്കെ ഉള്ള പാർട്ട് 1 ആണ്. വളരെ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ തുടങ്ങാം അല്ലെ. ആദ്യം തന്നെ പേടിപ്പിക്കുന്നില്ല, ആദ്യം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറുകളും നമ്മൾ അത് കവർ ചെയ്യുന്നുണ്ടാവും. 24, 23, 22 അങ്ങനെ എല്ലാ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും കളക്ട് ചെയ്ത് വെച്ച് അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററിയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും നമുക്കൊന്നുകൂടെ നോക്കിയാലോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ലങ്സിനെ പറ്റിയാണ്. നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ നമ്മൾ പിക്ചറിലൂടെ തന്നെയാണ് അല്ലേ, നമ്മൾ 3Dയും അല്ലാതെയും ഡയറക്റ്റ് പിക്ചേഴ്സും ഫ്ലൂ ചാർട്ട്സിലൂടെയും ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാറ്റമിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ മനസ്സിൽ ആ പിക്ചർ വരും. അപ്പോൾ നമുക്കത് കുറേ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ പിക്ചർ മനസ്സിൽ വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ ലങ്ങിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനുകൾ നോക്കിയാലോ. ദ റൈറ്റ് ലങ് ഹാസ് 2 lobes and 1 fissure. ലെഫ്റ്റ് ലങ് ഹാസ് 3 lobes and 1 fissure. റൈറ്റ് ലങ് ഹാസ് 3 lobes and 1 fissure. റൈറ്റ് ലങ് ഹാസ് 3 lobes and 2 fissures. ഏതായിരിക്കാം ആൻസർ വരുന്നത്? യെസ്, ആൻസർ വരുന്നത് ഏതാണ്? യെസ്, റൈറ്റ് ലങ് ഹാസ് 3 lobes and 2 fissures ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, പിക്ചറിൽ നോക്കാം. ലെഫ്റ്റ് ലങ്ങിന് എത്രയാണ്? ലെഫ്റ്റ് ലങ്ങിന് 2 ലോബും അതുപോലെ 1 ഫിഷറും ഉണ്ട്. ഇതാ റൈറ്റ് ലങ്ങിന് നോക്കിയേ, റൈറ്റ് ലങ്ങിന് 3 ലോബ് അതുപോലെ 2 ഫിഷറും ഉണ്ട്. ഈ ഒരു പിക്ചർ വെച്ചതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ ഈ പിക്ചർ ഓടി വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് എന്തായിരിക്കാം ആൻസർ? റൈറ്റ് ലങ്ങിന് 3 ലോബ് അതുപോലെ 2 ഫിഷർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ലങ്ങിന് 3 ലോബുണ്ട്. അത് ഏതൊക്കെ ലോബാണ്? അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്. ഈ ലോബുകളെ തമ്മിൽ വേർതിരിപ്പിക്കുന്ന ഫിഷറുകൾ ഹൊറിസോണ്ടൽ ഫിഷർ, ഒബ്ലിക് ഫിഷർ. അതുപോലെ ലെഫ്റ്റ് ലങ്ങിന് 2 ലോബ്, അപ്പർ ലോബും ലോവർ ലോബും. ഇതിനെ തമ്മിൽ വേർതിരിപ്പിക്കുന്നത് ഏതാണ്? ഒരു ഒബ്ലിക് ഫിഷർ.
അപ്പോൾ ലെഫ്റ്റ് ലങ്ങിന് 2 ലോബും 1 ഫിഷറും, അതുപോലെ റൈറ്റ് ലങ്ങിന് 3 ലോബും 2 ഫിഷറുമാണുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്, അതൊരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചാണല്ലോ. ഔട്ടർ കവറിങ് ഓഫ് ദി ഹാർട്ട്, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ പറയാൻ പറ്റുന്നതാണ് അല്ലേ. പെരിക്കാർഡിയം, എൻഡോകാർഡിയം, മീഡിയാസ്റ്റിനം, പ്ലൂറ. ഏതാണ് ഹാർട്ടിന്റെ ഔട്ടർ കവറിങ്ങിനെ പറയുന്ന പേര്? അതെ, പെരിക്കാർഡിയം ആണ് അല്ലേ. യെസ്, പെരിക്കാർഡിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, നമ്മളെ ഹാർട്ടിൻ്റെ വോള് നോക്കുകയാണെങ്കിൽ എന്താണ്, പെരിക്കാർഡിയം ഉണ്ട് ഔട്ടറിൽ, അതായത് വിസറൽ പെരിക്കാർഡിയം, പെറൈറ്റൽ പെരിക്കാർഡിയം, ഇതിനിടയിൽ പെരിക്കാർഡിയൽ ക്യാവിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ മയോകാർഡിയം അതിനുള്ളിലാണ് എൻഡോകാർഡിയം. അപ്പോൾ ഔട്ടർ കവറിങ്ങിന് എന്ത് പറയുന്നു? പെരികാർഡിയം എന്നാണ് ഔട്ടർ കവറിങ് ഓഫ് ദ ഹാർട്ടിന് പറയുന്നത്. എന്താണ്? അതെ, പെരികാർഡിയം ആണ് അല്ലേ. ഇനി നമ്മുടെ മീഡിയാസ്റ്റിനൽ ക്യാവിറ്റി നമുക്കറിയാം അല്ലേ. മീഡിയാസ്റ്റിനൽ ക്യാവിറ്റി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ അതിനുശേഷം പ്ലൂറ നമ്മുടെ ലങ്ങിൻ്റെ കവറിങ് ആയിട്ട് നമ്മൾ പ്ലൂറ കണ്ടു. പ്ലൂറയിൽ തന്നെ പെറൈറ്റൽ പ്ലൂറ ഉണ്ട്, വിസറൽ പ്ലൂറ ഉണ്ട്, ഇതിനിടയിലെ ഫ്ലൂയിഡ് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ലൂബ്രിക്കേഷന് വേണ്ടിയുള്ളതും ലങ് മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നതും ഒക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഇതും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നമ്മൾ ആദ്യം ലങ്ങിനെ പറഞ്ഞതുപോലെ ഹാർട്ടിൻ്റെ ഔട്ടർ കവറിങ്ങാണ് ചോദിച്ചത്. അത് വളരെ എളുപ്പമുള്ളതാണ്, പെരിക്കാർഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത് ജസ്റ്റ് ഹാർട്ടിൻ്റെ CVS നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. അപ്പോൾ ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ നമ്മൾ അതിലോട്ട് വരുന്ന നമ്മുടെ ഹാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പമ്പിങ് ഓർഗൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിലോട്ട് വരുന്ന നമ്മുടെ സുപ്പീരിയർ വെനിക്കേവ, ഇൻഫീരിയർ വെനിക്കേവ, അതുപോലെ അയോട്ട, എല്ലാത്തിലോട്ടും നമ്മുടെ ഹോൾ ബോഡിയിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന അയോട്ടയുണ്ട്. പിന്നെ നമ്മുടെ ലങ്ങിലുള്ള പൾമിനറി ആർട്ടറിയും പൾമിനറി വെയിനും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം വാൽവുകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CVSൻ്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇത് പക്ഷേ ക്വസ്റ്റ്യൻ വന്നത് വളരെ എളുപ്പമുള്ളതാണ് അല്ലേ. ഹാർട്ടിൻ്റെ ഔട്ടർ കവറിങ്ങിനെ പറ്റിയാണ് ചോദിച്ചത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഡൈജഷനിൽ നിന്നാണ് വന്നത്. നമ്മൾ ഡൈജഷൻ്റെ അനാട്ടമിയൊക്കെ പഠിച്ചു, ഫിസിയോളജി പഠിച്ചിരുന്നു അല്ലേ. അതെ, ഫിസിയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ വരാം. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്? നമ്മൾ പറഞ്ഞു പാൻക്രിയാസിൽ നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ് ഡുവോഡിനത്തിലൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അല്ലേ. ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഡുവോഡിനത്തിലോട്ട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈമുകൾ നമ്മൾ പറഞ്ഞിരുന്നു ആണല്ലോ. യെസ്, നമ്മുടെ ട്രിപ്സിൻ പറഞ്ഞു, എമൈലേസ് പറഞ്ഞു, ലിപ്പേസ് പറഞ്ഞു. അപ്പോൾ പക്ഷെ അതിൽ പെടാത്ത എൻസൈം ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അമിനോപെപ്റ്റിഡേസ് ആണോ, അമൈലേസ് ആണോ, ലിപ്പേസ് ആണോ, റൈബോന്യൂക്ലിയേസ് ആണോ? ഏതാണ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ പെടാത്ത ഒരു എൻസൈം? അതെ, റൈബോന്യൂക്ലിയേസ് ആണ്. ലിപ്പേസ് അത് ഉള്ളതാണ് അല്ലേ. പാൻക്രിയാറ്റിക് ലിപ്പേസ് നമ്മൾ പറഞ്ഞു എവിടെ വെച്ചാണ് ഡൈജഷൻ ഓഫ് ദ ഫാറ്റ് തുടങ്ങുന്നത്? സ്റ്റൊമക്കിൽ വെച്ച്. അവിടെ ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ സഹായത്താൽ എന്ത് തുടങ്ങുന്നു? ഡൈജഷൻ ഓഫ് ദ ഫാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ പിന്നെയുള്ളത് ഡൈജഷൻ ഓഫ് ഫാറ്റിനെ സഹായിക്കുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അപ്പോൾ അത് ഇറ്റ് ഇസ് എൻ എൻസൈം ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇനി അമൈലേസ് പറഞ്ഞു. അമൈലേസ് എന്ത് പറഞ്ഞു? ഈ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ പവർഫുൾ. നമ്മുടെ സലൈവയിലും ഉണ്ട് ഒരു അമൈലേസ് കേട്ടോ. ഈ സലൈവറി അമൈലേസിനെക്കാളും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പാൻക്രിയാറ്റിക് അമൈലേസ്. എന്താ പ്രത്യേകത? എന്തുകൊണ്ടാണ് പവർഫുൾ എന്ന് പറയുന്നത്? കാരണം സലൈവറി അമൈലേസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുക്ക്ഡ് സ്റ്റാർച്ചിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ. കാരണം സ്റ്റാർച്ചിനെ കുക്ക് ചെയ്യുമ്പോൾ അതിലുള്ള സെല്ലുലോസ് കവറിങ് എല്ലാം ബ്രേക്ക് ആയി പോകും, എന്നാലേ അതിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പാൻക്രിയാറ്റിക് അമൈലേസ് അങ്ങനെയല്ല. സലൈവറി അമൈലേസിനെക്കാളും പവർഫുൾ എന്ന് പറയുമ്പോൾ എന്താ? കുറച്ചുകൂടെ പവർ ഉണ്ട് അല്ലേ. കുക്ക്ഡ് സ്റ്റാർച്ചിൽ മാത്രമല്ല അൺകുക്ക്ഡ് സ്റ്റാർച്ചിലും ആക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇനിയുള്ളത് ട്രിപ്സിൻ ഉണ്ട്. അമിനോപെപ്റ്റിഡേസ് ഉണ്ട്, അതുപോലെ ട്രിപ്സിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈമും. അപ്പോൾ ഈ ട്രിപ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതും നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ദ പെപ്സിൻ ഇൻ ദ സ്റ്റൊമക്ക്. ട്രിപ്സിൻ കുറച്ചുകൂടെ പവർഫുൾ ആണല്ലോ. യെസ്, അപ്പോൾ അത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്നു. അമൈലേസ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷന് സഹായിക്കുന്നു. ലിപ്പേസ് ഫാറ്റ് ഡൈജഷന് സഹായിക്കുന്നു. റൈബോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടോ പാൻക്രിയാറ്റിക് ജ്യൂസിൽ? ഇല്ല. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പം നമുക്ക് കുറച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമ്മൾ കണ്ടു എൻസൈമുകളുണ്ട് അല്ലേ. ലിപ്പേസ് ഫാറ്റ് ഡൈജഷൻ ചെയ്യുന്നു, ട്രിപ്സിൻ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നു, അമൈലേസ് സ്റ്റാർച്ച് ഡൈജഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് എൻസൈമുകൾ. പാൻക്രിയാസിലുള്ള 3 ഇമ്പോർട്ടൻ്റ് എൻസൈമുകൾ ഏതൊക്കെയാണ്? ട്രിപ്സിൻ, ലിപ്പേസ് ആൻഡ് അമൈലേസ്. ഇത് കൂടാതെയുള്ള എൻസൈമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ.
ഇത് കൂടാതെയുള്ള എൻസൈമുകൾ കൈമോട്രിപ്സിൻ, അതും എന്താണ് കൈമോട്രിപ്സിൻ, പ്രോട്ടീനെ ഡൈജഷൻ ചെയ്യാൻ സഹായിക്കുന്ന കൈമോട്രിപ്സിൻ. അടുത്ത കാർബോക്സി പെപ്റ്റിഡേസ്, അമിനോ ആസിഡിനെ, ഈ നമ്മുടെ പെപ്റ്റൈഡിന്റെ കാർബോക്സിൽ എൻഡിൽ നിന്നുള്ള അമിനോ ആസിഡിനെ ക്ലീവ് ചെയ്യാൻ സഹായിക്കുന്ന കാർബോക്സി പെപ്റ്റിഡേസ്. ഇനി അമിനോ പെപ്റ്റിഡേസ്, അതും പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമാണ്. അത് എന്തിനു സഹായിക്കുന്നു? അത് അമിനോ ആസിഡിനെ ക്ലീവ് ചെയ്യുന്നു ഫ്രം ദി അമിനോ ടെർമിനസ് ഓഫ് ദി പെപ്റ്റൈഡ് ചെയിൻ. ഇനി ഇലാസ്റ്റേസ്, അതും എന്താണ്? ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈമാണ്. ഓക്കെ, ഇലാസ്റ്റേസ്. അപ്പം നമ്മൾ കണ്ടു പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകൾ ഡുവോഡിനത്തിലോട്ട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള 3 പ്രധാന എൻസൈമുകൾ ഏതൊക്കെയാണ്? ലിപ്പേസ്, ട്രിപ്സിന്, അമൈലേസ്. ഇത് കൂടാതെയുള്ള എൻസൈമുകളാണ് കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, അമിനോ പെപ്റ്റിഡേസ്, ഇലാസ്റ്റേസ്. ഇലാസ്റ്റേസ് ഇസ് എ റിലയബിൾ മാർക്കർ ഓഫ് പാൻക്രിയാറ്റിക് എക്സോക്രൈൻ ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഇതിലൊന്നും ഇല്ലാത്ത എൻസൈം ആയിരുന്നു റൈബോന്യൂക്ലിയേസ് അല്ലേ. അപ്പം നമ്മൾ പാൻക്രിയാസ് കണ്ടു. നമ്മൾ കണ്ടു, ഇതാ പാൻക്രിയാസ് കണ്ടോ, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. പാൻക്രിയാസിനൊരു ഹെഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ടെയിൽ. ഈ ടെയിലിൻ്റെ അവിടെ നമ്മുടെ സ്പ്ലീൻ ഇരിക്കുക അല്ലേ. ഇതിൻ്റെ ഹെഡ് എവിടെയായിരിക്കുന്നത്? നമ്മുടെ സി ഷേപ്ഡ് ഡുവോഡിനത്തിൻ്റെ ഭാഗത്തായിട്ടിരിക്കുന്നു ആണല്ലോ. അപ്പോൾ ഈ പാൻക്രിയാസിൻ്റെ എൻസൈമുകൾക്ക് ഡൈജഷൻ ഒരു പ്രധാന പങ്കുണ്ട്. പാൻക്രിയാസിൽ 3 തരത്തിൽ എൻസൈമാണ് പ്രധാനമായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന. ഈ 3 തരത്തിലെ എൻസൈമുകൾ 3 ക്ലാസ് ഓഫ് ഫുഡിൽ ആക്ട് ചെയ്യുന്നു. ട്രിപ്സിൻ, അമൈലേസ് ആൻഡ് ലിപ്പേസ് ആണല്ലോ. യെസ്. അപ്പോൾ നമ്മൾ പാൻക്രിയാറ്റിക് എൻസൈമുകളിൽ പെടാത്ത എൻസൈം ഏതാണ്? റൈബോന്യൂക്ലിയസ് ആണെന്ന് കണ്ടു. അതിലെ ഇമ്പോർട്ടൻ്റ് എൻസൈമുകൾ നമ്മൾ കണ്ടു. ട്രിപ്സിൻ, ലിപ്പേസ്, അമൈലേസ്. അല്ലാത്ത എൻസൈമുകൾ കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, അമിനോ പെപ്റ്റിഡേസ്, ഇലാസ്റ്റേസ്. ഇനി ഇതിൽ നിന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് തറോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻ നമ്മൾ തറോ ആയിട്ട് പഠിച്ചു പോവാണ്. അപ്പോൾ ഇത് തറോ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നതാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫേസ് 2 ഓഫ് ദ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഡ്യൂ ടു. കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫേസ് 2, അത് നമ്മുടെ CVSൽ കാർഡിയോവാസ്കുലർ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കും. കാർഡിയാക് മസിൽ പൊട്ടൻഷ്യൽ, അതിൻ്റെ രണ്ടാമത്തെ ഫേസിന് കാരണമെന്ത്? രണ്ടാമത്തെ ഫേസിന് കാരണം എന്താണ്? യെസ്, കാൽഷ്യം ഇൻഫ്ലക്സ് ആണ് കാരണം. എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു, ആൻസർ സി ഓപ്ഷൻ ആണ്, കാൽഷ്യം ഇൻഫ്ലക്സ്. ഓക്കെ, അപ്പം നമ്മൾ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ രണ്ടാമത്തെ ഫേസിന് കാരണം എന്താണെന്നാണ്. അപ്പോൾ ഈ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന് എത്ര ഫേസസ് ഉണ്ടെന്നറിയോ? എത്ര ഫേസസ് ഉണ്ട്? 5 ഫേസസ് ഉണ്ട്. ഫേസ് 0, 1, 2, 3, 4 എത്രയുണ്ട്? കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന് 0, 1, 2, 3, 4 5 ഫേസസ് ഉണ്ട്. എന്താണ് ഈ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? അതായത് ഈ കാർഡിയാക് മസിലിൻ്റെ സെൽ മെംബ്രെയിനിൻ്റെ അവിടെയുള്ള വോൾട്ടേജ് ചേഞ്ചസ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ആ സെല്ലിൻ്റെ പുറത്തും അകത്തും തമ്മിലുള്ള അയോണിൻ്റെ മൂവ്മെൻറ്റുകൾ കാരണം, അപ്പോൾ അവിടെ വോൾട്ടേജ് ചേഞ്ച് എല്ലാം വരുമ്പോൾ അതിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് 5 ഫേസസ് ഉണ്ട്. 0, 1, 2, 3, 4. അതിൽ 0 എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ഡീപോളറൈസേഷൻ. എന്താണ്? റാപ്പിഡ് ഡീപോളറൈസേഷൻ. അതിന് കാരണം എന്താണ്? അതിന് കാരണം സോഡിയം ഇൻഫ്ലക്സ് ആണ്. അതിന് കാരണം എന്താണ്? സോഡിയം ഇൻഫ്ലക്സ് ആണ്. ഓക്കെ, അടുത്തത് ഫേസ് 1 റീപോളറൈസേഷൻ. എന്താണ്? റീപോളറൈസേഷൻ. അതിന് കാരണം എന്തായിരിക്കും? ഫേസ് 1ന് കാരണം അതെ പൊട്ടാഷ്യം കറന്റ് ആണ് കേട്ടോ, പൊട്ടാഷ്യം കറന്റ് ആണ്. അടുത്തത് ഫേസ് 2 പ്ലാറ്റൂ ഫേസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ കാൽഷ്യം ഇൻഫ്ലക്സ് ആണ് അല്ലേ. നമ്മൾ അതാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ, കാൽഷ്യം ഇൻഫ്ലക്സ്. ഇനി ഫേസ് 3 റീപോളറൈസേഷൻ ആണ്. അപ്പോൾ അവിടെ എന്താണ്? റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ റീസ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി 4മത്തത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അതിന് കാരണം എന്താണ്? സോഡിയം പൊട്ടാഷ്യം ATPase പമ്പാണ്. അപ്പോൾ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിലെ 5 ഫേസസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് 2മത്തെ ഫേസ് ആയിരുന്നു അല്ലേ, കാൽഷ്യം ഇൻഫ്ലക്സ്. അപ്പോൾ ഇനി അഥവാ ആദ്യത്തെ ഫേസ് 0 ചോദിച്ചാൽ അതിന് കാരണം എന്താണ്? സോഡിയം ഇൻഫ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക്
ചോദിക്കും, ഇനി ചിലപ്പോൾ അടുത്ത എക്സാമുകളിൽ മാറി ചോദിക്കാം. അപ്പോൾ 5 ഫേസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക ഡെപ്തിൽ. അപ്പോൾ ഇങ്ങനെയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ കാൽഷ്യം ഇൻഫ്ലക്സ് ആണ്. ഓക്കെ, ഫേസ് 0 സോഡിയം ഇൻഫ്ലക്സ് ആണ്. ഫേസ് 1 പൊട്ടാഷ്യം കറണ്ടുകൾ കാരണം ഉണ്ടായത് അല്ലേ? ഫേസ് 0 റാപ്പിഡ് ഡീപോളറൈസേഷൻ, ഫേസ് 1 ഏർലി റീപോളറൈസേഷൻ, ഫേസ് 2 പ്ലാറ്റു ഫേസ്, ഫേസ് 3 റീപോളറൈസേഷൻ, ഫേസ് 4 റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ 5 ഫേസസ് കണ്ടു. ഓരോ ഫേസിലും എന്താണെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ നോക്കാം. നമുക്കൊരു പിക്ചർ നോക്കിയാലോ? ഇത് കണ്ടോ, 0 ഫേസ്, 1, 2, 3 and 4. അപ്പം 5 ഫേസസ് ആയിട്ടാണ് ഉള്ളത് അല്ലേ? കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യലിൽ 5 ഫേസസ് ആണ്. ആദ്യത്തത് ഫേസ് 0. അതിനെ നമ്മൾ എന്തു പറഞ്ഞു? റാപ്പിഡ് ഡീപോളറൈസേഷൻ. അതിന് കാരണം സോഡിയം ഇൻഫ്ലക്സ് ആണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമെന്ന് വെച്ചാൽ ഫേസ് 1 ആണ്. അത് ഏർലി റീപോളറൈസേഷൻ. അവിടെ പൊട്ടാഷ്യം എഫ്ലക്സ്. അപ്പം നമുക്ക് അവിടെ എഴുതി വെക്കാം, അവിടെ പൊട്ടാഷ്യം എഫ്ലക്സ്. അടുത്തത് ഫേസ് 2 ആണ്. ഫേസ് 2 അവിടെ എന്താണ്? കാൽഷ്യം ഇൻഫ്ലക്സ് ബാലൻസ്ഡ് ബൈ പൊട്ടാഷ്യം എഫ്ലക്സ്. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? അടുത്തത് ഫേസ് 3 ആണ്. ഫേസ് 3 എന്താണ്? ഫേസ് 3 ഫൈനൽ റീപോളറൈസേഷൻ. അവിടെയും പൊട്ടാഷ്യം എഫ്ലക്സ് ആണ്. അവിടെയും എന്താണ്? ഫേസ് 3 അവിടെയും പൊട്ടാഷ്യം എഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫേസ് 0 എന്ന് പറയുന്നത് അതും ചോദിക്കാം, റാപ്പിഡ് ഡീപോളറൈസേഷൻ. ഫേസ് 1 ഏർലി റീപോളറൈസേഷൻ. ഫേസ് 2 ആണ് എന്താണ്? പ്ലാറ്റു ഫേസ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നു, കാൽഷ്യം ഇൻഫ്ലക്സ്. ഫേസ് 3 എന്താണ്? ഫൈനൽ റീപോളറൈസേഷൻ. ഫേസ് 4 എന്താണ്? അത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു സ്റ്റേബിൾ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഫേസ് 0 എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ആണ് അല്ലേ? അവിടെ സോഡിയം അയോണുകളുടെ ഇൻഫ്ലക്സ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് എന്താണ് നമ്മുടെ പ്ലസ് ആയിട്ട് നിൽക്കുന്നത്, പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ഫേസ് 1 ഏർലി റീപോളറൈസേഷൻ. അവിടെ പൊട്ടാഷ്യം എഫ്ലക്സ് ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഫേസ് 2 പ്ലാറ്റു ഫേസ് ആണ്. അവിടെ കാൽഷ്യം ഇൻഫ്ലക്സ് ഉണ്ടാകുന്നു. ഇനി അതുപോലെ പൊട്ടാഷ്യം ഇഫ്ലക്സും. ഫേസ് 3 എന്താണ്? പൊട്ടാഷ്യം ഇഫ്ലക്സ് തന്നെയാണ്. ഫേസ് 4 റെസ്റ്റിംഗ്. അതും നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഫേസ് 4 ചോദിക്കാൻ സാധ്യതയുണ്ട്. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. അതുപോലെ എന്താണ്? യെസ്, ഫേസ് 0 അവിടെയാണ് സോഡിയം ഇൻഫ്ലക്സ്. അപ്പോൾ 5 ഫേസസും തറവായിട്ട് മനസ്സിലാക്കി വെക്കുക. 5 ഫേസസിലും എന്താണ് നടക്കുന്നത്? ഫേസ് 0 ഡീപോളറൈസേഷൻ ആണ്, സോഡിയം ഇൻഫ്ലക്സ് ആണ്. ഫേസ് 1 ഏർലി റീപോളറൈസേഷൻ ആണ്, പൊട്ടാഷ്യം ഇഫ്ലക്സ് ആണ്. ഫേസ് 2 പ്ലാറ്റു ഫേസ് ആണ്, കാൽഷ്യം ഇൻഫ്ലക്സ് ആണ്. ഫേസ് 3 ഫൈനൽ റീപോളറൈസേഷനും ഫേസ് 4 റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലുമാണ്. അപ്പോൾ ഇതാണ് കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ കാർഡിയാക് മസിൽ സെൽ മെംബ്രെയിനുകൾ തമ്മിലുള്ള അവിടെയുള്ള വോൾട്ടേജ് ചേഞ്ചും മൂവ്മെന്റ് ഓഫ് അയോണുകൾ കാരണം ഉണ്ടാകുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിൻ്റെ 5 ഫേസസും പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇനി വേറൊരു ഫേസിൽ നിന്ന് വേറെ രീതിയിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് സ്ട്രെസ് കൊടുത്തൊന്ന് വരച്ച് പഠിച്ച് വെക്കുക. ഒന്ന് നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഓരോന്നും ഫേസ് 0 എന്ത് സംഭവിക്കുന്നു, 1, 2, 3, 4 എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് സ്റ്റഡി ടേബിളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്നും കാണുമ്പോൾ നമ്മളത് അറിയാതെ അങ്ങ് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത് അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ബ്ലഡ് ഗ്രൂപ്പ്. ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചോദിച്ചത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ലാൻഡ്സ്റ്റെയ്നർ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ലാൻഡ്സ്റ്റെയ്നർ ലോ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനും ആപ്ലിക്കബിൾ ആണ്. only naturally occurring antibodies are A and B. RH antibody is found only after sensitization. O negative blood group is a universal donor. ഇതിൽ നമ്മൾക്ക് ചോദിച്ചത് തെറ്റ് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? only naturally occurring antibodies are A and B, ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി. അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കിയാലോ? ദ ലാൻഡ്സ്റ്റെയ്നർ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. യെസ്, അത് ശരിയാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അപ്പോൾ ഈ ലാൻഡ്സ്റ്റെയ്നർ ലോയിൽ പറയുന്നത് എന്താണെന്നറിയോ? ലാൻഡ്സ്റ്റെയ്നർ ലോയിൽ എന്താ പറയണത്? ഇപ്പോൾ
നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ എ ആയിരിക്കില്ല അവർക്കുണ്ടാവുന്ന ആൻറ്റി ബി ആൻറ്റിബോഡി ഉണ്ടാവും. ഇപ്പോൾ ബി ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ നമ്മുടെ ഏതാണ് ആൻറ്റി എ ഉണ്ടാവും. ഇപ്പോൾ ഒ ആണെങ്കിൽ അതിൽ 2 ആൻറ്റിജനും ഇല്ലാത്ത സ്ഥിതിക്ക് 2 ആൻറ്റിബോഡിയും ഉണ്ടാവും. യെസ്, അപ്പോൾ അതിൽ എന്താ പറയുന്നത്? അപ്പോൾ എ ബി ആണെങ്കിൽ 2 ആൻറ്റിജനും ഉള്ള സ്ഥിതിക്ക് എന്താണ് ആൻറ്റിബോഡി ഇല്ല അല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം അതാണ് ലാൻഡ്സ്റ്റൈനർ ലോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ്സ്റ്റൈനർ ലോയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ വിത്ത് 1 ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ വിൽ നോട്ട് ഹാവ് ദ കറസ്പോണ്ടിങ് ആൻറ്റിബോഡി. ഇപ്പോൾ എ ആൻറ്റിജൻ ആണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് എ ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് ആ ആൻറ്റിബോഡി ഉണ്ടാവില്ല, ആൻറ്റി ബി ആയിരിക്കും ഉണ്ടാവുക അവർക്ക്. ഇനി അല്ലെങ്കിൽ എന്താണ്? ബട്ട് ഇഫ് ദ ബ്ലഡ് ഡസ് നോട്ട് ഹാവ് ആൻ ആൻറ്റിജൻ ഹിസ് പ്ലാസ്മ വിൽ ഹാവ് ദ കറസ്പോണ്ടിങ് ആൻറ്റിബോഡി. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ളവർക്ക് എ ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് അവർക്ക് ആൻറ്റി ബി ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുന്നത്. ബി ഗ്രൂപ്പ് ഉള്ളവർക്ക് ആൻറ്റി എ ആൻറ്റിബോഡി ആയിരിക്കും. എ ബിയിൽ 2 എയും ബിയും ഉള്ളത് കൊണ്ട് ആൻറ്റിബോഡി ഇല്ല. ഓയിൽ എന്താണ്? ഓയിൽ എയും ബിയും ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് ഈ 2 ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ട്. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നാച്ചുറലി ഒക്കറിങ് ആൻറ്റിബോഡി ഏതാണ്? ആൻറ്റി എയും ആൻറ്റി ബിയുമാണ് അല്ലേ? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിട്ടുള്ളവർക്ക് ഏതായിരിക്കും? ആൻറ്റി ബി ആൻറ്റിബോഡി ആയിരിക്കും അല്ലേ? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ നമുക്ക് ഏത് ആൻറ്റിബോഡി ആയിരിക്കും? ആൻറ്റി ബി ആൻറ്റിബോഡി ആയിരിക്കും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ നമുക്കുള്ളത് ആൻറ്റി എ ആൻറ്റിബോഡി ആയിരിക്കും. എ ബി ആണെങ്കിൽ ആൻറ്റിബോഡി ഇല്ല, ഒ ആണെങ്കിൽ 2 ആൻറ്റിബോഡി ആണല്ലോ. അടുത്തത് അപ്പോൾ നാച്ചുറലി ഒക്കറിങ് ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി എയും ആൻറ്റി ബിയുമാണ്. ഇനി RH ആൻറ്റിബോഡി എപ്പോഴാണ് ഉണ്ടാവുന്നത്? സെൻസിറ്റൈസേഷൻ only ആഫ്റ്റർ സെൻസിറ്റൈസേഷൻ RH ആൻറ്റിബോഡി ഈസ് ഫോംഡ്. ഇപ്പം നമ്മുടെ ഒരു RH ആൻറ്റിബോഡി ഉണ്ടാവുന്നത് സെൻസിറ്റൈസേഷന് കാരണമാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വിമൺ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ കുറച്ച് ബ്ലഡ് സർക്കുലേഷനിലൂടെ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്ത് RH ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ RH ആൻറ്റിബോഡി ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ സെൻസിറ്റൈസേഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്. ശരിയാണ്, O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അവർ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം കേട്ടോ, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാം. ഇപ്പോൾ എ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തിനാ കൊടുക്കുക? യെസ്, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എ പോസിറ്റീവുകാർക്ക് അല്ലെങ്കിൽ എ ബി പോസിറ്റീവുകാർക്ക് നമുക്ക് ബ്ലഡ് കിട്ടണമെങ്കിൽ എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്. ഇനി ഒ പോസിറ്റീവുകാരാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അല്ലേ, ഒ പോസിറ്റീവുകാർക്ക്. അതുപോലെ നമ്മുടെ എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവുകാർക്ക് എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് മാത്രം. ഈ ഒരു ടേബിൾ നോക്കി വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നതും യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ നമുക്കറിയാം O ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ് അല്ലേ. അതിൽ O നെഗറ്റീവുകാർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഡോണർ തന്നെയാണ് അല്ലേ, എവരി വൺ. അതുപോലെ തന്നെ എ ബി പോസിറ്റീവുകാർ എന്താണ്? എ ബി പോസിറ്റീവുകാർ എന്താണ്? യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റുകാരാണ്. യെസ്, അപ്പം അവർക്ക് ദേ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എവരി വൺ ആൻഡ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു എവരി വൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റും. ഇപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കണ്ടു. ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരുന്നത്. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ യൂണിവേഴ്സൽ ഡോണർ. ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചൂസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ ഇൻ സ്കെലിറ്റൽ മസിൽ. അപ്പോൾ സ്കെലിറ്റൽ മസിലിലെ ന്യൂറോമസ്കുലാർ ജംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. അതിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അസറ്റൈൽ കോളിൻ ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് അസറ്റൈൽ കോളിൻ റിസെപ്റ്റേഴ്സ് ഇൻ മയസ്തീനിയ ഗ്രേവിസ്. ഗാലമൈൻ ഈസ് എ നോൺ ഡീപോളറൈസിംഗ് ബ്ലോക്കർ ഡ്രഗ്. അപ്പോൾ ഇതാണ് 4 ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ മോട്ടോർ എൻഡ് പ്ലേറ്റ്സ്. അതാണ് നമ്മുടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്.
ഓക്കെ, അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നോക്കിയാലോ. നമ്മൾ നേരത്തെ കാർഡിയാക് മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ചോദിച്ചതുപോലെ ഇത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, നമ്മുടെ സ്കെലിറ്റൽ മസിലിലെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തുകൊണ്ട്, ബാക്കി ഇതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റാണ്. അസറ്റൈൽ കോളിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുപോലെ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ്. മൈസ്തീനിയ ഗ്രേവിസ് കണ്ടീഷനിൽ അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ഉണ്ടാവുന്നുണ്ട്. ഗാലമൈൻ എന്ന് പറയുന്നത് ഒരു നോൺ ഡീപോളറൈസിങ് ഡ്രഗുകളിൽ തന്നെ നോൺ ഡീപോളറൈസിങ് ബ്ലോക്കർ ഡ്രഗിൽ പെട്ട ഒന്നാണ് ഈ ഗാലമൈൻ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ആദ്യം തന്നെ അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലേ, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അവിടെ വോളണ്ടറി മസിൽസ് എല്ലാം അങ്ങ് വീക്ക് ആവുന്ന ഒരു കണ്ടീഷനാണ്. വോളണ്ടറി മസിൽസ് ഒക്കെ വളരെയധികം വീക്കായിട്ട് അതിന് മസിൽ കൺട്രാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പം നോർമൽ മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഒക്കെ ഇത് കാരണം അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു, മയസ്തീനിയ ഗ്രേവിസിൽ അതെ ഈ അസറ്റൈൽ കോളിനെതിരായിട്ടുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നു. അപ്പം നോർമൽ മസിൽ കൺട്രാക്ഷൻ നടക്കാതെ ഈ മസിൽസിനെയൊക്കെ വീക്കനായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ന്യൂറോ മസ്കുലാർ ഡിസീസാണ്. അത് ഈ നമ്മുടെ വോളണ്ടറി മസിലുകളൊക്കെ വീക്കായി പോകുന്നു. ഓക്കെ, വോളണ്ടറി മസിൽ എന്ന് പറയുന്നത് ഈ മസിലുകൾ കൺട്രാക്ട് ചെയ്താലല്ലേ അതിൻ്റെ നമ്മുടെ എല്ലാ ബോഡി പ്രോസസ്സും നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ബോഡി പ്രോസസ്സ് എല്ലാം നടക്കാതാവുന്നു. അപ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ്റെ അവിടെ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അപ്പോൾ എന്തൊക്കെ തമ്മിലാണ്, അതേ ഒരു മോട്ടോർ ന്യൂറോണും ഒരു മസിൽ ഫൈബറും ഇത് തമ്മിൽ വരുന്ന ഒരു ജംഗ്ഷൻ അല്ലെ. അതിൻ്റെ പിക്ചർ ഉണ്ട് കേട്ടോ, നോക്കിയേ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ്റെ പിക്ചർ നോക്കിയേ. ഒരു മസിൽ, സ്കെലിറ്റൽ മസിലും ഒരു മോട്ടോർ ന്യൂറോണും ഇതിൻ്റെ ആ ഒരു ജംഗ്ഷനെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ജംഗ്ഷനെയാണ് നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഈ മോട്ടോർ ന്യൂറോണിൽ നിന്ന്, നമ്മുടെ ഈ മോട്ടോർ ന്യൂറോണിൽ നിന്ന് ഈ മസിൽ ഫൈബറിലോട്ട് ഇലക്ട്രിക് സിഗ്നൽ പോകണം. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സിഗ്നൽ പോയാലേ എന്ത് സംഭവിക്കുള്ളൂ, ന്യൂറോണിൽ നിന്ന് ഒരു സിഗ്നൽ പോയി മസിൽ ഫൈബറിനെ പോയിട്ട് കൺട്രാക്ട് ചെയ്യിക്കണ്ടേ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ, ആ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിന് ആര് സഹായിക്കുന്നുണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഉണ്ടാവുന്നത് എവിടെയാണ്, ഈ മോട്ടോർ ന്യൂറോണിൻ്റെ പ്രീ സിനാപ്റ്റിക് ടെർമിനലിലാണ്. എവിടെയാണ്, പ്രീ സിനാപ്റ്റിക് ടെർമിനലിലാണ്, പ്രീ സിനാപ്റ്റിക് ടെർമിനൽ ഓഫ് മോട്ടോർ ന്യൂറോൺ. അപ്പോൾ മോട്ടോർ ന്യൂറോണിൻ്റെ പ്രീ സിനാപ്റ്റിക് ടെർമിനലിലാണ് എന്തുണ്ടാവുന്നത്, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈ പ്രീ സിനാപ്റ്റിക് ടെർമിനലിൽ ഉണ്ടാവുമ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് ടെർമിനലിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, അവിടെ അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്നുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. അപ്പോൾ അതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ എന്ത് പോകുന്നു, അത് മസിൽ ഫൈബറിലോട്ട് പോയിട്ട് എന്തുണ്ടാക്കുന്നു, അത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മസിലിനെ കൺട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു ആണല്ലോ. യെസ്, അപ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ ഒരു ന്യൂറോ, ദാറ്റ് ഇസ് മോട്ടോർ ന്യൂറോണും ഒരു മസിൽ ഫൈബറിൻ്റെയും ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെയാണ് നെർവസ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് അല്ലേ. ഈ ന്യൂറോണിൽ നിന്ന് മസിലിലോട്ട്, ഈ ന്യൂറോണിൽ നിന്ന് മസിലിലോട്ട് ഒരു ഇമ്പൾസ് പോകണ്ടേ, ഇമ്പൾസ് പോയാലല്ലേ ഈ മസിൽ കൺട്രാക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന കണ്ടീഷന് ഇതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നില്ല, വീക്ക്നെസ് ഉണ്ടാവുന്നു. അതാണ് അങ്ങനെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ നമ്മൾ കണ്ടു, എന്താണ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്, അവിടെ ഇലക്ട്രിക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ, നോർമൽ ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. Is it clear? അടുത്തത്, sensation transmitted by lateral spinothalamic pathway is the sensation transmitted by lateral spinothalamic pathway, vibration, പെയിൻ, ഫൈൻ ടച്ച് ആൻഡ് പ്രഷർ. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക, ഏത് സെൻസേഷൻ ആണ് ലാറ്ററൽ സ്പൈനോതലാമിക് പാത്വേ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൻസേഷൻ, പെയിൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദ സെൻസേഷൻ ട്രാൻസ്മിറ്റഡ് ബൈ ലാറ്ററൽ സ്പൈനോതലാമിക് പാത്വേ. സ്പൈനോതലാമിക് പാത്വേ ഇമ്പോർട്ടൻറ്റ് പാത്വേസ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ, ആൻറ്റീരിയറും ലാറ്ററലും ഉണ്ട് അല്ലേ. അതിൽ ലാറ്ററൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്, പെയിനും. അപ്പോൾ ലാറ്ററൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ്, ലാറ്ററൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്,
ലാറ്ററൽ സ്പൈനോതലാമിക്, അതിൽ രണ്ടെണ്ണമുണ്ട്, ആൻറ്റീരിയറുമുണ്ട് ലാറ്ററലുമുണ്ട് അല്ലേ. ആൻറ്റീരിയർ ആണ് ലൈറ്റ് ടച്ച് പ്രഷർ, ഓക്കെ. നമ്മുടെ ലാറ്ററലാണ് പെയിനും ടെമ്പറേച്ചറും, ഓക്കെ. അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്റ്റുകൾ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് പാത്വേകളാണ് കേട്ടോ. അതിൽ കൂടുതൽ മോട്ടോർ ഫംഗ്ഷൻ അല്ല, സെൻസറി പാത്വേ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സെൻസറി പാത്വേ ആണ്. അപ്പോൾ സെൻസറി പാത്വേ ആണ് ആൻറ്റീരിയറും ലാറ്ററലും. അതിൽ ആൻറ്റീരിയർ എന്തിനൊക്കെയാണ്? ലൈറ്റ് ടച്ച് പ്രഷർ. ലാറ്ററൽ എന്തൊക്കെയാണ്? പെയിൻ ആൻഡ് ടെമ്പറേച്ചർ, ഓക്കെ. അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്ട് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന് ഇമ്പോർട്ടൻറ്റ് പാത്വേസ് ആണ്. ആൻറ്റീരിയറും ഉണ്ട് ലാറ്ററലും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് ഇൻഫർമേഷൻ എടുക്കുന്നത് ലൈറ്റ് ടച്ച് പ്രഷർ, അതുപോലെ അത് സ്ലോ കണ്ടക്റ്റിംഗ് ഫൈബേഴ്സിൻ്റെ സഹായത്തോടെ ആയിരിക്കും ആട്ടോ. ഇവിടെ എന്താണ് ആൻറ്റീരിയർ എങ്ങനെയാണ്? സ്ലോ കണ്ടക്ഷൻ ആയിരിക്കും, ഇത് റാപ്പിഡ് കണ്ടക്ഷൻ ആയിരിക്കും, ഓക്കെ. പക്ഷേ ലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? പെയിനിനും ടെമ്പറേച്ചറും, അത് റാപ്പിഡ്ലി കണ്ടക്റ്റിംഗ് ഫൈബേഴ്സിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് എവിടെ നിന്നാണ്? സ്പൈനൽ ഡോഴ്സൽ കോളൻ ന്യൂറോൺസിൽ നിന്ന് വരുന്നു. എന്നിട്ട് അസെൻഡിങ് സെഗ്മെൻറ്റ്സിനെ ക്രോസ് ചെയ്ത് നമ്മുടെ ലിസിയോസ് ട്രാക്ട്, നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഡെപ്തിൽ. അപ്പോൾ ഇത്രയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വന്നു എന്ന് മനസ്സിലാക്കുക. ആൻറ്റീരിയറും ലാറ്ററലും എന്തിനെയൊക്കെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക, ഓക്കെ. അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വേദന വലുതും നമ്മൾ പെട്ടെന്ന് കൈമാറ്റത്തില്ലേ, ആ വിഡ്രോവൽ റിയാക്ഷൻ ഒക്കെ കാരണം ഈ സെൻസറി പാത്വേകളാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സൊമാറ്റോ സെൻസറി സിസ്റ്റത്തിൻ്റെ, മോട്ടോർ സിസ്റ്റത്തിൻ്റെ അല്ല, നമ്മുടെ സെൻസറിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പൈനോതലാമിക് ട്രാക്റ്റുകൾ, ആൻറ്റീരിയർ ട്രാക്റ്റും ആൻഡ് ലാറ്ററൽ ട്രാക്റ്റും. ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് ഇൻഫർമേഷൻ എടുക്കുന്നത് ലൈറ്റ് ടച്ച് പ്രഷറും, അതുപോലെ ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് പെയിനിനെ പറ്റിയും ടെമ്പറേച്ചറിനെ പറ്റിയും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? ലാറ്ററൽ സ്പൈനോതലാമിക് പാത്വേ ഏത് സെൻസേഷനാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അത് പെയിൻ ആണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഇൻ അവർ ബോഡി? സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, പെരോട്ടിഡ് ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, ബക്കൽ ഗ്ലാൻഡ്. ഇതിൽ ഏതാണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഇൻ ദ ബോഡി? അതെ, പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ആൻസർ അല്ലേ. അതെല്ലാവർക്കും അറിയുന്നതാണ്. സലൈവറി ഗ്ലാൻഡുകളിൽ ഏതുണ്ട്? പെരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ഉണ്ട്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്. ഇതിലെ പിക്ചറിൽ തന്നെ നോക്കിയ വലുത് ഏതാണ്? പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. പെരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മംസ് എന്ന് പറയുന്നത്, പെരോട്ടൈറ്റിസ് മംസ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, ദ പെരോട്ടിഡ് ഗ്ലാൻഡിന്റെ ആ ഡക്റ്റിനെ നമ്മൾ പറയും സ്റ്റെൻസൺസ് ഡക്റ്റ് എന്ന് പറയുന്നു അല്ലേ. ഇവിടെയുള്ള മസിൽ നമ്മൾ പറഞ്ഞു മാസ്റ്റിക്കേഷന് സഹായിക്കുന്ന മസിൽ അല്ലേ, മസീറ്റർ മസിൽ, ലാറ്ററൽ ആൻഡ് മീഡിയൽ ടെറിഗോയിഡ് മസിൽ, ടെമ്പൊറാലിസ് മസിൽ, അതൊക്കെ ഇവിടെ പഠിച്ചു വെക്കണേ. പിന്നെ നമ്മുടെ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, അതിൻ്റെ ഡക്റ്റ് വാർട്ടൺസ് ഡക്റ്റ്, പിന്നെ സബ് ലിംഗ്വൽ. അപ്പം പെരോട്ടിഡ് ഗ്ലാൻഡ് അതാണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. അതിൻ്റെ ഡക്റ്റിൻ്റെ പേര് ചോദിച്ചാൽ സ്റ്റെൻസൺസ് ഡക്റ്റ്. ഇനി സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, അതിൻ്റെ ഡക്റ്റിൻ്റെ പേര് ഏതാണ്? വാർട്ടൺസ് ഡക്റ്റ്. സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ആൻഡ് പെരോട്ടിഡ് ഗ്ലാൻഡ്. ഏതാണ് ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്? പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. അതിൻ്റെ ഡക്റ്റിൻ്റെ പേരാണ് എന്താണ്? സ്റ്റെൻസൺസ് ഡക്റ്റ് അല്ലേ. സബ് മാൻഡിബുലാർ ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് വാർട്ടൺസ് ഡക്റ്റ്. ഇതുണ്ടാക്കുന്നത് എന്താണ്? സലൈവ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതൊരു വാട്ടറി ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ അതിലുള്ള എൻസൈം ഏതാണ്? തയാലിൻ അല്ലെങ്കിൽ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈമാണ് സലൈവയിൽ അടങ്ങിയിരിക്കുന്നത് അല്ലേ. ഈ എൻസൈമിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ആക്ട്സ് ഓൺ ദി കുക്ക്ഡ് സ്റ്റാർച്ച് ആൻഡ് ഷുഗേഴ്സ്. ഓക്കെ, കുക്ക്ഡ് സ്റ്റാർച്ച് ഓർത്ത് വയ്ക്കുക. PYQ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 3 സലൈവറി ഗ്ലാൻഡുകളാണ്, പെരോട്ടിഡ്, സബ് മാൻഡിബുലാർ ആൻഡ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്സ്. ഓക്കെ, അതിൻ്റെ ഡക്റ്റുകൾ പറയുകയാണെങ്കിൽ സ്റ്റെൻസൺസ് ഡക്റ്റ്, വാർട്ടൺസ് ഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ റിവിനസ്, ഡക്റ്റ് ഓഫ് റിവിനസ് എന്ന് പറയാം, ഡക്റ്റ് ഓഫ് റിവിനസ്. ഓക്കെ, സ്റ്റെൻസൺസ് ഡക്റ്റ് പാരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ, വാർട്ടൺസ് ഡക്റ്റ് സബ് മാൻഡിബുലാർ, ഡക്റ്റ് ഓഫ് റിവിനസ് ഫ്രം ദി സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ ഹോർമോൺ വിച്ച് റീച്ചസ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ഓവുലേഷൻ. നമ്മുടെ ഓവുലേഷൻ സമയത്ത് ഏത് ഹോർമോണാണ് പീക്കിലെത്തുന്നത്? ഏതാണ്? അതെ, ലൂട്ടിനൈസിങ് ഹോർമോൺ, LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. ബാക്കി ഓപ്ഷനിലുള്ളത് ഇത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പ്രൊജസ്ട്രോൺ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്, പിന്നെ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജൻ. ഇതിൽ ഓവുലേഷൻ സമയത്ത് പീക്കിലെത്തുന്നത് ഏതാണ്? അതെ, ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്, LH ആണ്. ദ ഹോർമോൺ വിച്ച് റീച്ചസ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ദ ഓവുലേഷൻ ആണ് ക്വസ്റ്റ്യൻ അല്ലേ. അത് LH ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കിയാലോ. LH എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. ആരുണ്ടാക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്താണ് അല്ലേ. ആ ഹോർമോണ് ഓവുലേഷനിൽ എത്തുമ്പോഴത്തേക്കും പീക്കിലെത്തും. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ ഹോർമോണുകൾ നോക്കാം. ഈസ്ട്രജൻ ഉണ്ട്,
പ്രൊജസ്ട്രോൺ ഉണ്ട്, FSH അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, LH ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെൻസ്ട്രേഷനും ഓവുലേഷനും ഒക്കെ സഹായിക്കുന്നത്. ആദ്യം തന്നെ ഈസ്ട്രജൻ എന്തിനു സഹായിക്കുന്നു? അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മെച്ചുറേഷനും മെയിൻ്റനൻസിനും. അതെന്താണ്? അത് നമ്മുടെ യൂട്രൈൻ ലൈനിങ് തിക്കൻ ചെയ്യാനും ഒക്കെ ഇംപ്ലാന്റേഷനൊക്കെ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് ഈസ്ട്രജൻ ഒക്കെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ ആണ് അല്ലേ. ഇനി അടുത്ത പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഓവറിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലേ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി FSH എന്താണ്? ഇറ്റ് കൺട്രോൾസ് ദ നമ്പർ ആൻഡ് മെച്ചുറേഷൻ ഓഫ് എഗ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഒരു സ്മൂത്ത് മെൻസ്ട്രൽ സൈക്കിളിന് വേണ്ടി സഹായിക്കുന്നു ഫോളിക്കിൾ ഇനി LH ഓർ ലൂട്ടിനൈസിങ് ഹോർമോൺ അതെന്താണ്? അതും നമ്മുടെ മെൻസ്ട്രേഷൻ ഓവുലേഷന് സഹായിക്കുന്നു. അതാണ് ഓവുലേഷൻ്റെ സമയത്ത് പീക്കിലെത്തുന്നത്. വേറെ ഹോർമോണുകൾ പറയുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണുകൾ, ഇനി പ്രൊലാക്റ്റിൻ ബ്രസ്റ്റ് ഡെവലപ്മെന്റിനും ലാക്ടേഷനും സഹായിക്കുന്നത് അല്ലേ. ഇനി ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ്. ഓക്കെ, അതിൽ വരുന്നതാണ് ബാക്കി ഹോർമോൺസ് ഒക്കെ. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വന്ന എന്താണ്? LH ആണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ. ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് ഓവുലേഷന്റെ സമയത്ത് പീക്കിലെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനമോസ്റ്റ് കോട്ട് ഓഫ് ദി ഐബോൾ ഏതാണ്? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. കോണിയ, സ്ക്ലീറ, ഐറിസ് ആൻഡ് റെറ്റിന. ആൻസർ ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ, റെറ്റിനയാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആണ് നമ്മുടെ ഫൈബ്രസ് ലെയർ ആയ സ്ക്ലീറ വരുന്നത് അല്ലേ. പിന്നെ മിഡിൽ ലെയർ ആണ് നമ്മുടെ വാസ്കുലാർ ലെയർ ആയ കൊറോയിഡ് വരുന്നത്. ഇന്നർ ആണ് നമ്മുടെ നെർവസ് ലെയർ ആയ റെറ്റിന. 3 ലെയേഴ്സ് ആയിരുന്നു അല്ലേ. ഔട്ടർ നമ്മുടെ സ്ക്ലീറ ഫൈബ്രസ് ലെയർ, പിന്നെ നമ്മുടെ മിഡിൽ വാസ്കുലാർ ലെയർ കൊറോയിഡ്, ഇനി ഇന്നർ നെർവസ് ലെയർ ദാറ്റ് ഈസ് റെറ്റിന. 3 ഫൈബ്രസ് ലെയർ, വാസ്കുലാർ ലെയർ ആൻഡ് ന്യൂറൽ ലെയർ അല്ലേ. ഇനി സ്ക്ലീറ ഫ്രണ്ടിലാണ് വരുന്നത്, മറ്റേ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കോർണിയ വരുന്നത് അല്ലേ. കോർണിയ, സ്ക്ലീറയാണ് ഔട്ടർ ഫൈബ്രസ് ലെയർ എന്ന് പറയുന്നത്. മിഡിൽ കൊറോയിഡ് ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ ഏതാണ് വരുന്നത്? നമ്മുടെ ഐറിസ് വരുന്നുണ്ട്, ഐറിസ് എല്ലാം വരുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ഐറിസിൻ്റെ മിഡിൽ വരുന്നതാണ് നമ്മുടെ പ്യൂപ്പിൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിൽ റെറ്റിനയിൽ റോഡ്സും കോൺസും വരുന്നുണ്ട്. റോഡ്സും കോൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ റിസപ്റ്റർ സെൽസുകളാണ്. 3 ലെയേഴ്സ് ഫൈബ്രസ്, വാസ്കുലാർ ആൻഡ് ന്യൂറൽ ലെയർ. അപ്പോൾ റെറ്റിനയിലാണ് നമ്മുടെ നെർവസ് ലെയർ അല്ലെ, ഒപ്റ്റിക് നെർവ്. റോഡ്സ് ഫോർ ഡിം ലൈറ്റ് വിഷൻ ആൻഡ് കോൺസ് ഫോർ കളർ വിഷൻ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഔട്ടർ ലെയർ സ്ക്ലീറ വന്നു, ഫ്രണ്ടിൽ ഇങ്ങനെ കോർണി ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം മിഡിൽ നമ്മുടെ കൊറോയിഡ് വാസ്കുലാർ ബോഡി, അത് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ എന്താണ് സീലിയറി ബോഡി. അതുപോലെ ഐറിസിൻ്റെ നടുക്കുള്ള ഇതാണ് നമ്മുടെ പ്യൂപ്പിള്. പിന്നെ ഈ സീലിയറി ബോഡിയിൽ എവിടെ നിന്നാണ് നമ്മുടെ ലെൻസിനെ ആ സ്ഥാനത്ത് നിർത്തുന്നത്. ഉള്ളിൽ നമ്മുടെ റെറ്റിനയിലാണ് നമ്മുടെ റോഡ്സ്, കോൺസ്, ഒപ്റ്റിക് നെർവ് ഉണ്ട്. പിന്നെ നമ്മുടെ അക്വസ് ഹ്യൂമർ, വിട്രസ് ഹ്യൂമർ അല്ലെ. അക്വസ് ഹ്യൂമർ ഇവിടെ ഇത്രയും, ഇവിടെയും ഈ ഒരു യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന അക്വസ് ഹ്യൂമറും ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്നത് വിട്രസ് ഹ്യൂമർ അല്ലെ. നമ്മുടെ ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള ഭാഗത്ത് ഉള്ള ഫ്ലൂയിഡിനെ നമ്മൾ വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നു. അതിൻ്റെ മുന്നിലുള്ളതിനെ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐയുടെ അനാറ്റമി നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഐയുടെ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത് അല്ലേ. ഇന്നർ ലെയറാണ് ചോദിച്ചത്. അടുത്തത്, ഓൾ ആർ ദ പെയർഡ് ലാറിഞ്ചിയൽ കാർട്ടിലേജ് എക്സെപ്റ്റ്. നമ്മൾ ലാരിങ്സ് പഠിച്ചിരുന്നു. ലാരിങ്സിലെ കാർട്ടിലേജുകളുണ്ട് അല്ലേ. തൈറോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, അരറ്റിനോയിഡ്, ക്യൂണിഫോം, കോണിക്കുലേറ്റ് ഒക്കെ. അപ്പോൾ ഇതിൽ ഏതാണ്? എല്ലാം പെയർഡ് ആണ്. അതിൽ പെയർഡ് അല്ലാത്തത് ഏതാണ്? അതെ, തൈറോയിഡ് കാർട്ടിലേജ് പെയർഡ് അല്ല, പിന്നെ ക്രിക്കോയിഡും പെയർഡ് അല്ല. ഓക്കെ, അപ്പോൾ തൈറോയിഡ് കാർട്ടിലേജും ക്രിക്കോയിഡുമാണ് പെയർഡ് അല്ലാത്തത്. പിക്ചറിൽ നോക്കിയേ, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, പിന്നെ തൈറോയിഡ് കാർട്ടിലേജ്. ഈ തൈറോയിഡ് കാർട്ടിലേജ് അല്ലേ, അതാണ് ഏറ്റവും ലാർജസ്റ്റ്. അപ്പോൾ അതാണ് ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ആഡംസ് ആപ്പിളായിട്ട് ആ ഒരു പ്രോമിനൻസ് ആയിട്ട് കാണുന്നത്. ഇനി നമ്മുടെ ക്രിക്കോയിഡ് കാർട്ടിലേജ്, അതാണ് സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജ് അല്ലേ, കംപ്ലീറ്റ് കാർട്ടിലേജ് ക്രിക്കോയിഡ്. ഇനിയുള്ളത് അപ്പോൾ തൈറോയിഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ് രണ്ടും എന്താണ്? പെയർഡ് അല്ല. എപ്പിഗ്ലോട്ടിസും പെയർഡ് അല്ല. പെയർഡ് ആയിട്ടുള്ളത് ഏതാണ്? അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ്, ക്യൂണിഫോം, ഇതൊക്കെയാണ് പെയർഡ് കാർട്ടിലേജ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ്, ക്യൂണിഫോം. അപ്പോൾ ഇതെല്ലാം പെയർഡ് ആണ്. പെയർഡ് അല്ലാത്തത് ഏതാണ്? തൈറോയിഡ് കാർട്ടിലേജ് പെയർഡ് അല്ല, ക്രിക്കോയിഡ് പെയർഡ് അല്ല, നമ്മുടെ എപ്പിഗ്ലോട്ടിസം പെയർഡ് അല്ല. നോട്ട് ചെയ്ത് വെക്കണേ, നോട്ട് പെയർഡ്. പെയർഡ് ഏതൊക്കെയാണ്? അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ് ആൻഡ് ക്യൂണിഫോം.
ഇത് മൂന്നുമാണ്. പെയർഡ് ആയിട്ടുള്ളത് അരറ്റിനോയിഡ്, ക്യൂണിഫോം ആൻഡ് കോണിക്കുലേറ്റ്. പെയർഡ് അല്ലാത്തതാണ് തൈറോയിഡ് കാർട്ടിലേജ്, നമ്മുടെ എപ്പിഗ്ലോട്ടിസ്, അതുപോലെ ക്രിക്കോയിഡ് കാർട്ടിലേജ്. അപ്പോൾ നമ്മുടെ പെയർഡ് കാർട്ടിലേജിൽ അരറ്റിനോയിഡ്, കോണിക്കുലേറ്റ്, ക്യൂണിഫോം. അൺപെയർഡ് തൈറോയിഡ്, ക്രിക്കോയിഡ്, എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് ബാക്കി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് പരമാവധി MCQസും മൂക്കുകളും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ്ങും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്കൊരു 50+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങളെ തറോ ആക്കി നിങ്ങളെ വെൽ ട്രെയിൻഡ് ആയിട്ടായിരിക്കും എക്സാം ഹോളിലോട്ട് നിങ്ങൾ എത്താൻ പോകുന്നത്. അപ്പോൾ അസേർഷൻ റീസണിങ്ങും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും ഒക്കെ ചെയ്ത്, കാരണം ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പുതിയതായിട്ട് കാണുമ്പോഴുള്ള അറപ്പ് മാറ്റി അതിൻ്റെ പേടി മാറ്റി അത് നമ്മൾ മാക്സിമം ഡെയിലി എക്സാംസ് ആയിട്ടും വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും ചെയ്ത് മോഡൽ എക്സാമുകളായിട്ടൊക്കെ ചെയ്ത് അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ചതിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.